പാത്രം കൊണ്ടോടെ പോണേ? നോമ്പുറക്കണോ? ഈ ഒരു മുതലിന് ഒന്ന് സൈഡാക്കട്ടെ കേട്ടോ. എന്നിട്ട് നല്ല സിമ്പിളായിട്ട് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പി പറയാം കേട്ടോ. ഇവളുണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റേതായിട്ട് കുറച്ച് പെർഫെക്ഷൻ കുറവുകളൊക്കെ ഉണ്ട്. എൻ്റെ ഇറച്ചിപ്പത്തിരിയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യും കേട്ടോ. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ നമ്മൾ കൈക്കിടുന്ന വെജിറ്റബിൾസ്, ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം, അതല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം ഇടാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മാവും കൂടി ഒന്ന് കുഴച്ച് വയ്ക്കണം കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് വാടട്ടെ. വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുമാത്രമല്ല, ഇതിൽ കുറച്ച് പൊടികളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ബീഫ് മസാല, ഗരം മസാല. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ മൈദപ്പൊടി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പെടുക്കുക, എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പുറത്തേക്ക് പോകാത്ത വിധത്തിൽ മാക്സിമം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെർഫെക്ഷൻസൊക്കെ നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് പരത്തുന്ന ടൈമിൽ കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ പരത്തിൽ നിന്ന് തന്നെ മാക്സിമം റൗണ്ട് ഷേപ്പുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന മാവ് വീണ്ടും കുഴയ്ക്കുക, എന്നിട്ട് വീണ്ടും പരത്തുക, എന്നിട്ട് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ലാസ്റ്റ് വരെയും ചെയ്യുമ്പോൾ നമ്മുടെ മാവും കറക്റ്റായിട്ട് തീരും, ഈ ഒരു ഫില്ലിങ്സും തീർന്നോളൂ കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ പടപടേന്ന് പൊരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനിൽ ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് വെജിറ്റബിൾസ് യൂസ് ചെയ്യാണ്ടും ചെയ്യാം. ഇവിടെ ഞങ്ങൾ വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത് അതോ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ മാത്രമാണോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ബൈ.